പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായി എന്നെ ഉയർത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് അനില. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഞാൻ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 14 ആദ്യമേ തന്നെ എൻ്റെ സാക്ഷ്യം പറയാൻ വൈകിയതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഞാൻ കൃപാസനത്തെ പറ്റി ആദ്യമായി അറിയുന്നത്. അതിനു മുൻപ് ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് കൃപാസന പത്രം കിട്ടിയിട്ടുണ്ട്. ഞാൻ സാക്ഷ്യങ്ങളൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും കൂടുതലായിട്ട് ഞാൻ എന്താണെന്ന് അറിയാനൊന്നും ശ്രമിച്ചിട്ടില്ല. എനിക്ക് ആ സമയത്ത് എന്താണ് കൃപാസനമെന്നോ ഒന്നും ഒരു ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട് എന്നോട് വിളിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു, പലതവണ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീയും ഉടമ്പടി എടുക്കുക, എല്ലാം ശരിയാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ഉടമ്പടി എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയെ തന്നെയായിരുന്നു. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആളെന്നോട് ഉടമ്പടി നിബന്ധനകളൊക്കെ പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേൽക്കണം, എല്ലാ ദിവസവും മുടങ്ങാതെ പള്ളിയിൽ പോകണം. അപ്പോൾ ഇതൊക്കെ എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ എടുക്കണ്ട എന്നുള്ളൊരു ചിന്തയിലിരുന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് തന്നെ എടുക്കാതെ ഇരിക്കുമായിരുന്നു. ആ സമയത്തും എനിക്കറിയില്ല ഈ കൃപാസനം എന്താണെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഈ ഫ്രണ്ട് പറഞ്ഞ ചെറിയൊരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ കടന്നു പോകുന്ന ഒരു സമയത്താണ് 2024 ഡിസംബർ 1 എൻ്റെ അമ്മയ്ക്ക് പെട്ടെന്നൊരു വയ്യായിക വരുന്നത്. വയ്യായിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയോളമായിട്ട് ശക്തമായിട്ടുള്ള തലവേദനയും വൊമിറ്റിങ്ങും ഉണ്ടായിരുന്നു. ഒരു കുറവുമില്ലായിരുന്നു. അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. അപ്പം ഞാനിപ്പോൾ ഈ പറയാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത്, എനിക്ക് ഉടമ്പടിക്ക് മുന്നേ പരിശുദ്ധ അമ്മ എന്നെ ഉടമ്പടിയിലേക്ക് തിരഞ്ഞെടുത്ത ഒരു സാക്ഷ്യമാണ്. ഉടമ്പടിക്ക് മുന്നേ എന്നെ അനുഗ്രഹിച്ച ഒരു സാക്ഷ്യമാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ ഒരാഴ്ചയായിട്ട് തീരെ വയ്യായികയായിരുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലൊക്കെ കാണിച്ചു. ഒരു കുറവുമില്ല. BP ഒക്കെ ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പം ഒരു കുറവുമില്ല. ശക്തമായിട്ടുള്ള തലവേദന അതങ്ങനെ പൊക്കോണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം രാത്രിയിലൊന്നും ഉറക്കമില്ല. അപ്പോൾ ഒരു ദിവസം രാത്രി ഞാൻ നോക്കുമ്പോൾ ഒരു കണ്ണിന് എന്തോ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തോ മൂവ്മെൻറ്റ് ഇല്ലാണ്ടായിപ്പോയി. അതായത് നമുക്ക് കോങ്കണ്ട് വന്ന് എങ്ങനെ ഇരിക്കും ഒരു കണ്ണിന്, ആ ഒരു അവസ്ഥയിലേക്കായിപ്പോയി, ഒരു സൈഡിലേക്കായിപ്പോയി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും, ഞാനും അനിയനും ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ പേടിച്ചിട്ട് അമ്മയോട് പറഞ്ഞില്ല. അമ്മയ്ക്കാണെങ്കിൽ ബോധമില്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ്. വൊമിറ്റ് ചെയ്ത് അപ്പോൾ എന്നാ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ അമ്മയോട് പറഞ്ഞില്ല, കാരണം പേടിയാവും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്പിറ്റൽ, അപ്പം നേരം വെളുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6:30 ആയപ്പോൾ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ സംഭവിക്കുന്നതെന്നുള്ള കാര്യം. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോഴും വൊമിറ്റിങ്ങിനൊന്നും ഒരു കുറവുമില്ല. അപ്പം വീട്ടിൽ നിന്ന് പോകുമ്പം തന്നെ അമ്മയ്ക്ക് കാലിന് നല്ല വേപ്പലും എല്ലാം ഉണ്ടായിരുന്നു. ഒരു തരം ബോധമില്ലാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഈ കണ്ണിൻ്റെ ഡിഫറൻസ് എന്താണെന്ന് ഞങ്ങൾക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. അത് മെയിനായിട്ടും പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് സ്ട്രോക്കിൻ്റെ സിംറ്റംസ് ആവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ സ്ട്രോക്ക് എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്കറിയില്ല, ഞങ്ങൾ പെട്ടെന്ന് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. കാരണം എനിക്കാണെങ്കിൽ പപ്പ മരിച്ചിട്ട് 3 വർഷം ആവുന്നു. അപ്പോൾ അമ്മയാണ് ഞങ്ങളുടെ ഏക ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോക്ക് എന്ന് കേട്ടപ്പോൾ ഞാനും അനിയനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് എന്നാ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഞങ്ങൾ അങ്കിളിനെ വിളിച്ചു. അപ്പോൾ അങ്കിൾ പറഞ്ഞു വേറൊരു ഹോസ്പിറ്റലിലേക്ക് പൊക്കോളാൻ. അത് ഈ ഞങ്ങൾ ആദ്യം പോയ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു 5 മിനിറ്റ് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ വേഗം തന്നെ വണ്ടി വിളിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് ഞാനും അനിയനും കൂടെ അമ്മേനെ കൊണ്ടുപോയി. ആ സമയത്തൊന്നും അമ്മയ്ക്ക് ബോധമില്ല, തല കുമ്പിട്ട് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ആ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന്, അപ്പം ഈ സ്ട്രോക്ക് എന്ന് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും പേടിയായിപ്പോയി. കാരണം എന്നാ ചെയ്യേണ്ടതെന്ന് എനിക്കറിയത്തില്ല. വല്ലാത്തൊരവസ്ഥ. മൊത്തം ചുറ്റിനും പെട്ടെന്ന് എന്തോ ഒരു ഇരുട്ട് വന്നതുപോലെയുള്ളൊരവസ്ഥ. മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്കാണ്. അതായത് ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് സെക്കൻഡുകൾക്ക് മുൻപാണ് ഏറ്റവും ഒടുവിൽ ഞാൻ കൃപാസന മാതാവിനെ നേർന്നു. ഞാൻ പറഞ്ഞു, കൃപാസന മാതാവെ, ഞാൻ അമ്മയുടെ സന്നിധി വന്ന് നിന്ന് സാക്ഷ്യം പറഞ്ഞോളാം, അമ്മയ്ക്ക് ഒരു കുഴപ്പവും വരുത്തരുത്. അപ്പം സാക്ഷ്യവും ഉള്ള കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ ഉടമ്പടി എന്ന് പറഞ്ഞ് കടന്നുപോയി. പക്ഷേ അപ്പോഴും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, വേണ്ട, എന്നെക്കൊണ്ട് പാലിക്കാൻ പറ്റത്തില്ലല്ലോ, ഞാൻ ചെയ്യത്തില്ലല്ലോ, വെറുതെ എന്തിനാ ഒരു കടം വരുത്തി വെക്കുന്നതെന്ന് കരുതി ഞാൻ എടുക്കണ്ട എന്നുള്ള. അപ്പോഴും എനിക്കറിയില്ല, ഉടമ്പടി എടുക്കാതെ ഒന്നും ഇവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ
മാതാവിനെ നേർച്ച നേർന്നു. ഞാൻ വിശ്വാസത്തോടു കൂടിയാണോ നേർച്ച നേർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷേ ഞാൻ മനസ്സുരുകി. അതായത് പിന്നെ എൻ്റെ മുന്നിൽ വേറെ ഒരു വഴികളും ഇല്ല, എല്ലാ വഴികളും അടഞ്ഞു. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഞാൻ ഈ കൃപാസന മാതാവിനെ വിളിക്കുന്നത്. ഞാൻ അങ്ങനെ നേർച്ച നേർന്നു. അങ്ങനെ ഹോസ്പിറ്റലിലെത്തി. എനിക്കറിയില്ല, അമ്മ മാതാവ് ശരിക്കും ഞങ്ങളെ വഴി നടത്തുമായിരുന്നു, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഒരു തടസ്സങ്ങളോ ഒരു തിരക്കുകളോ ഒരു കാര്യങ്ങളും ഇല്ലാതെ, എല്ലാ കാര്യങ്ങളും ഒരു തിരക്കും ഇല്ലാതെ എല്ലാം ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ അവിടെ ഒരു രാവിലെ ആയതുകൊണ്ട് ജൂനിയർ ഡോക്ടേഴ്സും ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവരമ്മയുടെ കാഷ്വാലിറ്റിയിലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ അവരമ്മയുടെ കൈയൊക്കെ പിടിച്ച് നോക്കുന്നുണ്ടായിരുന്നു, ബലക്കുറവുണ്ടോ എന്തെങ്കിലും എന്നൊക്കെ അറിയാനായിട്ട്. അപ്പോൾ ആ ജൂനിയർ ഡോക്ടർ വന്നിട്ട് എന്നോട് ചോദിച്ചു, അമ്മയുടെ മുഖം കോടിപ്പോയതുപോലെ തോന്നുന്നുണ്ടോ? എനിക്കറിയത്തില്ല, ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവരങ്ങനെ ചോദിച്ചപ്പോൾ എന്നാ പറയണം, എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അവർ പറഞ്ഞു MRI എടുക്കാം, നമുക്ക് മെയിൻ ഡോക്ടറിനെ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു MRI എടുക്കാം, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ MRI എടുത്തു. MRI എടുത്തപ്പോൾ അമ്മയ്ക്ക് അത് കഴിഞ്ഞ് ജൂനിയർ ഡോക്ടർ ഒരു 9 മണിയൊക്കെ ആയപ്പോൾ വന്നു. അങ്ങനെ MRI എടുത്തു. MRIക്കകത്ത് സ്ട്രോക്കിൻ്റേതായിട്ടുള്ള ഒരു കാര്യങ്ങളും കണ്ടെത്താനായിട്ട് കഴിഞ്ഞില്ല, ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു. പിന്നെ കണ്ണിന് അങ്ങനെ ഒരു പ്രോബ്ലം വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഞരമ്പിൻ്റെ നീർക്കെട്ട് കൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ ഞാനിപ്പോഴും ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്, അമ്മ മാതാവ് ഞങ്ങൾക്ക് നേരെ വരാനിരുന്ന ആ വലിയൊരു ദുരന്തത്തെ തട്ടിമാറ്റി കളഞ്ഞതാണ്. കാരണം ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ പേടിച്ച് വിറച്ച് നിൽക്കേണ്ട ഒരാളായിരുന്നു. എനിക്കിപ്പോഴും അറിയില്ല എൻ്റെ നാവിൽ എങ്ങനെയാണ് ഞാൻ അമ്മ മാതാവിനെ നേർച്ച നേർന്നതും വിളിച്ചതും. എനിക്ക് ഒട്ടും അറിയത്തില്ലാതിരുന്ന ഒരു കൃപാസന മാതാവായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞ ഒരു അറിവ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് ഞാൻ എങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഞാൻ മാതാവിനെ വിളിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അതിൽ നിന്ന് ഞാനിപ്പോൾ മുറിച്ച് വിശ്വസിക്കുന്നത്, മാതാവ് ഒരിക്കലും ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുകയായിരുന്നില്ല. മാതാവ് എന്നെ തിരഞ്ഞെടുത്ത്, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും തിരഞ്ഞെടുത്ത് ഇവിടെ വന്ന് ഉടമ്പടി എടുപ്പിക്കുകയായിരുന്നു. അതിനായിട്ടുള്ളൊരു സാഹചര്യം, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായെങ്കിൽ പോലും അതിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതിനുശേഷം അമ്മ എല്ലാം ഓക്കെ ആയി. കണ്ണൊക്കെ ഒരു 1.5 മാസം കൊണ്ട് പഴയതുപോലെ നോർമലായി. അപ്പോൾ ഞാൻ ഈ സമയത്തൊന്നും ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ യൂട്യൂബിലാണെങ്കിൽ സാക്ഷ്യങ്ങൾ കാണാൻ പതിയെ സാക്ഷ്യങ്ങളൊക്കെ കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങൾ കാണുന്ന സമയത്ത് പലരും പറയുന്നത് കേട്ടു, സഞ്ചാരി മാതാവ്. അപ്പോൾ എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഞാൻ കൂടുതൽ സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അങ്ങനെ കാണാൻ തുടങ്ങിയ സമയത്ത് സഞ്ചാരി മാതാവെന്ന് പറയുന്നത് നമ്മുടെ കൂടെ സഞ്ചരിച്ച് വരുന്ന അമ്മയാണ്. അത് സത്യമാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി, ഈ ഒരു കൃപാസനത്തെ പറ്റി ഒന്നും അറിയത്തില്ലാതിരുന്ന എൻ്റെ അടുത്തേക്ക് കേവലം ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നത്, എനിക്കറിയില്ല, ഒന്നും അറിയില്ലാതെയാണ് ഞാൻ അങ്ങനെ ഒരു നേർച്ച നേർന്നത്. ആ സമയത്ത് സഞ്ചാരി മാതാവ് ഞങ്ങളുടെ കൂടെ സഞ്ചരിച്ച് വന്നു. ആ ഒരു അപകടത്തിൽ നിന്നും ആ ദുരന്തത്തിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിച്ചു. അപ്പം ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്. ഈ അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമെന്ന് പറയുന്നത്, ഞാൻ കേട്ടറ്റ് എക്സാം 6 തവണ എഴുതി തോറ്റ് വല്ലാതെ നാണം കെട്ട് നിന്ന ഒരവസ്ഥയിൽ കൂടെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഭയങ്കര മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ച ഒരു സമയമായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് നേരെ TTC ആണ് എടുത്തത്. ഇപ്പോൾ TTC കഴിഞ്ഞിട്ട് ഒരു 3-3.5 വർഷമായിട്ടുണ്ട്. എനിക്ക് 3-3.5 വർഷത്തിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ജോലിക്ക് കയറാനോ ഒന്നിനും സാധിച്ചിട്ടില്ലായിരുന്നു. കാരണം കേട്ടിട്ട് ഞാൻ എത്ര പരിശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് പാസ്സാവാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് പാസ്സാവാൻ വേണ്ട പാസ് മാർക്ക് എന്ന് പറയുന്നത് 90 മാർക്കാണ്. ഞാൻ 87 വരെ വന്ന് നിന്നിട്ടുണ്ട്. ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. അതിനേക്കാളും എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത് ചുറ്റുമുള്ള ആൾക്കാരുടെ കളിയാക്കലും പരിഹാസങ്ങളുമായിരുന്നു. മറ്റെന്തെങ്കിലും കോഴ്സ് നോക്കിക്കൂടെ, പക്ഷേ എൻ്റെ സിറ്റുവേഷനും എൻ്റെ സാഹചര്യങ്ങളും വെച്ച് എനിക്കിനി മറ്റൊന്നിനും പോകാൻ സാധിക്കില്ല. അപ്പോൾ എനിക്ക് ഇതിൽ തന്നെ തുടരുക എന്നല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. പിന്നെ ഈ എക്സാമിൻ്റെ കാലയളവെന്ന് പറയുന്നത് 6 മാസമാണ്. എക്സാം എഴുതി റിസൾട്ടിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 1 വർഷത്തിൽ 2 എക്സാം ഉണ്ട്. അപ്പോൾ ഈ ഒരു സമയം തന്നെ വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ ഈ എക്സാം എഴുതി ഓരോ തവണ ഞാനിങ്ങനെ തോൽവി കാണുമ്പോഴും മാനസികമായിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. എൻ്റെ മുന്നിൽ ഒരു വഴികളും ഇല്ലായിരുന്നു മറ്റൊന്നിലേക്ക് പോകാനായിട്ട്. അങ്ങനെ ഞാൻ ഒത്തിരി വിഷമിച്ചു. ഞാൻ പിന്നീട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ച നിയോഗമായിരുന്നു, അമ്മ മാതാവേ, ഞാൻ ഇനി എഴുതാൻ പോകുന്നത് 7ാമത്തെ കേട്ടറ്റ് എക്സാമാണ്. അത് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചത്. അമ്മ മാതാവ് ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ 7-ാം തീയതിയാണ്. ആ 7-ാം തീയതി എന്നുള്ള ആ ഒരു ഡേറ്റ് വെച്ച് ഞാൻ ഈ 7ാമത്തെ തവണയാണ് ഈ എക്സാം എഴുതാൻ പോകുന്നത്. ഈ 7ാമത്തെ തവണ എന്നെ ഈ എക്സാം പാസ്സാക്കാൻ നീ അനുഗ്രഹിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അത് തന്നെയല്ല, എനിക്ക് ഈ എക്സാമിൽ ഒത്തിരി അടയാളങ്ങൾ അമ്മ മാതാവ് ചോദിച്ചു. ഞാൻ തുടക്കത്തിൽ 90 ദിവസത്തെ ഉടമ്പടി എടുത്ത
സമയത്ത് ഞാൻ ശരിക്കും യാന്ത്രികമായിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അതായത് ഓരോരുത്തരും സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ സുഗന്ധാഭിഷേകം ഉണ്ടാവുന്നുണ്ടോ അങ്ങനെ വെറുതെ പ്രാർത്ഥിച്ച് പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാൻ ആദ്യത്തെ 90 ദിവസം. പിന്നീട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സാക്ഷ്യങ്ങൾ കാണുന്നത് വഴിയാണ്. എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളിൽ ഇത്രത്തോളം ഉറച്ച ബോധ്യങ്ങൾ അമ്മ മാതാവും ഈശോയും തന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ അടയാളങ്ങൾ എന്ന് പറയുന്നത്, ആദ്യത്തെ അടയാളം എന്ന് പറയുന്നത് 2025 ഓഗസ്റ്റ് 26 ഉടമ്പടി ധ്യാനത്തിൽ ജോസഫ് അച്ഛൻ ഇവിടെ അവസാനം ഒരു സന്ദേശം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2025 മാർച്ച് 14 ഞാൻ ഈ മാർച്ച് 14 ഉടമ്പടി എടുത്ത് ഈ ഒരു എക്സാമിൻ്റെ 26 തീയതി വരെയുള്ള ഒരു സമയത്ത് ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് ഞാൻ കറക്റ്റ് 11:30 ഇരുന്ന് അത് തീരുന്നത് വരെ ഞാൻ കൂട്ടിയിട്ടുള്ള ഒരാളല്ല. എപ്പോഴും ഇരിക്കും, എന്നിട്ട് വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് വരുമ്പോൾ ആ പുറകെ പോകും, അങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ തിരക്കായിട്ട് പോകും. എനിക്കത് മുഴുവിപ്പിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ 26 തീയതിയിലെ ഉടമ്പടി ധ്യാനം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടി ഒരുക്കിയിരുന്ന ധ്യാനമായിരുന്നു. അപ്പോൾ അച്ഛൻ ഞാൻ ഈ കൃപാസനത്തിൽ ഇരുന്ന് എങ്ങനെ ഉടമ്പടി ധ്യാനം കൂടുന്നോ ആ ഒരു പ്രാർത്ഥനയോടെയും വിശ്വാസത്തോടെയാണ് ഞാൻ വീട്ടിലിരുന്ന് കൂടിയത്. എന്നെ ഒന്നും ശല്യം ചെയ്യാൻ വന്നില്ല. വളരെ ഭക്തിയോടുകൂടി ഞാൻ ഉടമ്പടി ധ്യാനം കൂടി. ഞാൻ എന്നിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് ഉടമ്പടി ധ്യാനം കൂടാനായിട്ട് ആരംഭിച്ചത്. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം. കാരണം ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഓരോ മനുഷ്യരുടെ കളിയാക്കലും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടിരിക്കുന്നുള്ളൂ. മാനസികമായിട്ട് എന്നെ ഒത്തിരി വിഷമിപ്പിച്ചു. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞായിരുന്നു, മാതാവേ, നീ എന്നോട് എന്തെങ്കിലും സംസാരിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഇത് കൈകൂപ്പി പിടിച്ച് ഇവിടെ ഇരുന്ന് എങ്ങനെ പ്രാർത്ഥിക്കുന്നോ അതേപോലെ ഞാനിരുന്ന് ഉടമ്പടി ധ്യാനം കൂടി. അങ്ങനെ കൂടുന്ന സമയത്ത് ലാസ്റ്റ് അച്ഛൻ സന്ദേശത്തിൻ്റെ സമയത്ത് ജോസഫ് അച്ഛൻ പറഞ്ഞു, കെ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ലെറ്റർ കാണുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വലിയ കാര്യമാക്കിയില്ല, അതൊരു പേരാവാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ കാര്യമാക്കിയില്ല. അതിനുശേഷം അച്ഛൻ പറഞ്ഞു, എനിക്കതിൻ്റെ വിശദീകരണങ്ങളൊന്നും അറിയില്ല, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളാവാം എന്നിങ്ങനെ പറഞ്ഞു. അങ്ങനെ അത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പൊട്ടിക്കറിഞ്ഞു പോയി. കാരണം എൻ്റെ നിയോഗമായിരുന്നു കേട്ടറ്റ് എക്സാം പാസ്സാവുക എന്നുള്ളത്. അതിൻ്റെ ആദ്യത്തെ ലെറ്ററാണ് കെ എന്ന് പറയുന്നത്. അപ്പോൾ ആ പരിശുദ്ധ അമ്മ എനിക്ക് തന്ന ഏറ്റവും വലിയ ഉറച്ച ഒരു അടയാളമായിരുന്നു ആ ഒരു. അപ്പം അതിൻ്റെ അകത്ത് അച്ഛൻ പറഞ്ഞത്, അതിൻ്റെ അകത്ത് ദൈവിക ചൈതന്യം വന്നു നിറയുന്നുവോ, കെയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ തടസ്സങ്ങൾ കർത്താവ് നീക്കുന്നു. ശരിക്കും അത് കെ എന്ന് പറയുന്ന ഒരു ലെറ്ററിലെ തടസ്സം മാത്രമായിരുന്നില്ല, എൻ്റെ ജീവിതത്തിലെ മുഴുവനായിട്ടുള്ള തടസ്സങ്ങളെ അമ്മ മാതാവ് എടുത്തു മാറ്റുമായിരുന്നു. അങ്ങനെ അച്ഛൻ പറഞ്ഞു. അതിനുശേഷം പിന്നീട് ഞാൻ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് തിരിയിലൊക്കെ ഓരോ രൂപങ്ങളൊക്കെ കാണുന്നതും അടയാളങ്ങൾ കാണുന്നതും. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്ന സമയത്ത് ഒരു ഹാർട്ട് ഷേപ്പിൽ എനിക്കൊരു തിരുഹൃദയത്തിൻ്റെ രൂപം കാണാനായിട്ട് സാധിച്ചു. അതിനുശേഷം ഒരു തവണയും കൂടെ ഒരു 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു. ഇതൊക്കെ ഈ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിരുന്നു. അങ്ങനെ എൻ്റെ എക്സാമായി സെപ്റ്റംബർ 18, 2025 സെപ്റ്റംബർ 18 എൻ്റെ കേട്ടറ്റിൻ്റെ എക്സാം ആയിരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 15 വന്നു. അപ്പോൾ എൻ്റെ ഉടമ്പടി പുതുക്കാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അച്ഛനെ കാണാൻ കഴിയുമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിയിട്ട് എനിക്കിനി അടുത്ത എക്സാം എഴുതാൻ പോയാൽ മതി എന്നുള്ള ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പുതുക്കി ഇറങ്ങി. അങ്ങനെ എനിക്ക് പിന്നീട് ജോസഫ് അച്ഛനെ ഇവിടെ കാണാൻ സാധിച്ചു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി. പിന്നെ വെഞ്ചരിച്ച കാശുരൂപം, അച്ഛൻ തന്ന വെഞ്ചരിച്ച കാശുരൂപം, പിന്നെ എൻ്റെ ഹോൾ ടിക്കറ്റ് അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെഞ്ചരിച്ചു. അങ്ങനെ കൃപാസന, എനിക്കറിയില്ല, ഞാൻ എക്സാം എഴുതാൻ പോയത് ഫുൾ കൃപാസനം എൻ്റെ മാതാവിൻ്റെ കൂടെയായിരുന്നു. കാരണം അച്ഛൻ വെഞ്ചരിച്ച് തന്ന ഹോൾ ടിക്കറ്റ്, അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശുരൂപം, പിന്നെ ഉപ്പ് ഞാൻ ആരും ചവിട്ടാത്ത ഒരു സ്ഥലത്ത് ഞാൻ എക്സാം സെൻറ്ററിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഒരു സൈഡിലിട്ടു. അതേപോലെ തന്നെ എൻ്റെ എക്സാം സെൻറ്ററിൻ്റെ പേര് സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഒരു സ്കൂളായിരുന്നു. അതിനും ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ 6 തവണ കേട്ടറ്റിൻ്റെ എക്സാം എഴുതാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് അലോട്ട് ചെയ്യുന്ന സ്കൂളും എനിക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു സ്കൂളുമാണ് ഈ സെൻറ്റ് മേരീസ് എന്ന് പറയുന്നത്. അതിന് ഞാൻ ഈ 6 തവണ എഴുതിയതിനോടിടയ്ക്ക് ഇന്നേ വരെ ആ ഒരു സ്കൂൾ ആർക്കും അലോട്ട് ചെയ്തിട്ടില്ല. എനിക്കറിയില്ല, അമ്മ മാതാവ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു. അതും ചുമ്മാതെയൊന്നുമല്ല, അടയാളങ്ങളോട് കൂടി തന്നെ. അപ്പോൾ സെൻറ്റ് മേരീസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ കിട്ടി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ഒരുമിച്ച് എക്സാം സെൻറ്ററിലേക്ക് കയറി പോകുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 3 പേർക്കും ഒരു 2-3 സെക്കൻഡ് സമയത്തേന് മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് ഫീൽ ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവ് എൻ്റെ കൂടെയുണ്ട്.
അങ്ങനെ ഞാൻ എക്സാം എഴുതി. സാധാരണ ഞാൻ വളരെ പേടിച്ച് എനിക്ക് എന്തെങ്കിലും ഭയങ്കര ടെൻഷൻ അടിച്ച് എഴുതുന്ന എക്സാമാണ്. ഈ എക്സാം ഞാൻ ഒന്നും പേടിച്ചില്ല. ഞാൻ ഓരോ ആൻസേഴ്സും ബബിൾ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, ഞാൻ ഓരോന്നും ബബിൾ ചെയ്യാൻ പോവാം, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു, നീ എൻ്റെ കൂടെ ഉണ്ടാവണം, ഇനി എനിക്ക് നാണം കെടാൻ പറ്റത്തില്ല, എനിക്കിനി മറ്റുള്ളവരോട് മറുപടി പറയാൻ പറ്റത്തില്ല, എന്നെ നീ പാസ്സാക്കണേ അമ്മയെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ എക്സാം കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഞാനിവിടെ സെപ്റ്റംബർ 15 ഉടമ്പടി പുതുക്കാൻ വന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. അതും ഞാൻ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിച്ചതാണ്. ഇവിടെ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ മാതാവിനെ എടുക്കാൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം വന്നു. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ, അമ്മയുടെ ഈശോയുടെയും ഹിതം അതാണെങ്കിൽ, എനിക്ക് ഇതൊന്നും ചോദിക്കാനുള്ള അർഹതയും യോഗ്യതയും ഒന്നുമില്ല, പക്ഷേ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മാതാവിനെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് കൈ പിടിക്കാനായിട്ട് കിട്ടണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ എനിക്ക് അമ്മ മാതാവിനെ പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് അവർ കൊണ്ടു തന്നത് ഞാൻ തിരിച്ചു നോക്കിയപ്പോൾ മാതാവ്, എനിക്കറിയത്തില്ല, എൻ്റെ കൈ വിറച്ചാണ് ഞാൻ മാതാവിനെ ഇവിടെ വരെ എത്തിച്ചത്. കാരണം എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അങ്ങനെ മാതാവിനെ കിട്ടാൻ മാത്രമുള്ള യോഗ്യതകളൊന്നും ഉള്ള ഒരാളല്ല ഞാൻ. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ദൈവഹിതത്തിന് വിട്ടുകൊടുത്തപ്പോൾ അമ്മ മാതാവ് എൻ്റെ കൂടെ പൂർണ്ണമായിട്ടും നിലനിന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി അടയാളങ്ങളോട് കൂടിയാണ് എൻ്റെ കേട്ടറ്റ് എക്സാം അമ്മ മാതാവ് എന്നെ ഈ 7ാമത്തെ പ്രാവശ്യം വിജയിപ്പിച്ചത്. പിന്നെ 7ാമത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഡിസംബർ 7 അമ്മ പ്രത്യക്ഷപ്പെട്ടതാ, ഈ 7ാമത്തെ തവണ ഞാൻ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പം ഈ 7ാമത്തെ തവണ എന്നെ പാസ്സാക്കണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ അമ്മ മാതാവും ഈശോയും എന്നെ 7ാമത്തെ തവണ കേട്ടറ്റ് എക്സാം പാസ്സാക്കി. പിന്നെ കേട്ടറ്റ് എക്സാം വന്ന ഡേറ്റിനും ഒരു പ്രത്യേകതയുണ്ട്. ഈ കഴിഞ്ഞ 2025 ഡിസംബർ 3 എൻ്റെ കേട്ടറ്റ് എക്സാമിൻ്റെ റിസൾട്ട് വന്നത്. ഞാൻ അങ്ങനെ 90 മാർക്കായിരുന്നു എനിക്ക് വേണ്ട പാസ് മാർക്ക്. 90 മാർക്ക് മതിയെങ്കിലും മാതാവെന്ന് ചോദിച്ച സ്ഥാനത്ത് അമ്മ മാതാവ് എനിക്ക് 94 മാർക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് എൻ്റെ മുന്നിൽ വളരെ അസാധ്യമായിട്ട് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു കേട്ടറ്റെന്ന് പറയുന്നത്. ഞാൻ മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച ഒരു കാര്യമായിരുന്നു. മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ എനിക്കില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അത്രത്തോളം തകർന്ന് തരിപ്പണമായിട്ടാണ് ഈ എക്സാം എഴുതാൻ പോയത്, ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതും. പക്ഷേ എനിക്ക് അമ്മ മാതാവിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. പലരും റിസൾട്ട് വരുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചു, ഈ പ്രാവശ്യം എങ്ങനെയാ? പക്ഷെ ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് എൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് ഒത്തിരി അടയാളങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ആ എക്സാം റിസൾട്ട് ഈ കഴിഞ്ഞ ഡിസംബർ 3 എക്സാം റിസൾട്ട് വന്നു. ഞാൻ പാസ്സായി. അപ്പോൾ ഞാൻ അമ്മേനെ വയ്യാതെ കൊണ്ടുപോകുന്നത് 2024 ഡിസംബർ 3 ഞാൻ അമ്മ മാതാവിനെ ആദ്യമായിട്ട് നേർച്ച നേരുന്നത്. അതേ ഡിസംബർ 3 തന്നെ എൻ്റെ ജീവിതത്തിലെ വലിയൊരു പ്രശ്നമായ കേട്ടറ്റിനും അമ്മ മാതാവ് പരിഹാരം തന്നു. ഈ കഴിഞ്ഞ ഡിസംബർ 3 ഞാൻ അങ്ങനെ കേട്ടറ്റ് എക്സാം 7ാമത്തെ തവണ എഴുതി പാസ്സായി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. മറ്റുള്ളവരുടെ ചോദ്യങ്ങളിൽ നിന്നും നാണക്കേടിൽ നിന്നുമൊക്കെ എന്നെ ഒഴിവാക്കിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ഈ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. കാരണം എൻ്റെ ഒരു കഴിവും ഇതിൻ്റെ അകത്തില്ല. ഞാൻ ഒന്നും പഠിക്കാതെ പോയി എഴുതിയ പരീക്ഷയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, മാനസികമായിട്ട് ഒത്തിരി വിഷമിച്ച് ഞാൻ പോയി എഴുതിയ പരീക്ഷയായിരുന്നു. അത് അമ്മ മാതാവ് എൻ്റെ കഴിവിനാലല്ല, അമ്മയുടെ കൃപയാൽ എന്നെ പാസ്സാക്കി തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. പിന്നെ എൻ്റെ 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ അനിയൻ +2 പഠിക്കുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ ആ സമയത്ത് അവന് +2 നല്ല മാർക്ക് ലഭിക്കുവാനും അതേപോലെ തന്നെ തുടർന്ന് എന്തെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനും സഹായിക്കണമെന്ന് ഞാൻ അമ്മ മാതാവിനോട് നിയോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ അവന് +2 നല്ല മാർക്ക് ലഭിക്കുകയും തുടർന്ന് അവന് ബികോമിന്, അത് ലാസ്റ്റ് ടൈമിലാണ്, ബികോം എന്നുള്ളൊരു ഇതൊന്നും ഞങ്ങളുടെ മനസ്സിലില്ലായിരുന്നു. അപ്പോൾ ബികോമിന് ലാസ്റ്റ് ടൈമിൽ അവന് ഒരു അഡ്മിഷൻ കിട്ടുകയും നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ച് ആദ്യമൊക്കെ എനിക്ക് കൊടുക്കാൻ മടിയായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ കൊടുക്കാൻ തുടങ്ങി. ഞാൻ വീടുകളിലും അതുപോലെ തന്നെ പള്ളികളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും ഒക്കെ പത്രം ഓരോരുത്തരുടെ കയ്യിൽ കൊടുക്കുമായിരുന്നു, എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞ്. പിന്നെ ഞാൻ ചെയ്യുന്ന വേറൊരു കാര്യം, ഇതും എനിക്ക് സാക്ഷ്യത്തിൽ നിന്ന് കിട്ടിയതാണ്. അതായത് അമ്മ മാതാവിനോട് ഞാൻ ഫോട്ടോയെ നോക്കി എൻ്റെ ഒരു കൂട്ടുകാരിയോട് പറയുന്നത് പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയോട് ഞാൻ എൻ്റെ സങ്കടങ്ങൾ പറയുന്നത് പോലെ, അമ്മ മാതാവിൻ്റെ ഫോട്ടോയെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം ഞാൻ ഇറക്കി വെക്കുന്ന ഒരു സ്ഥലമായിരുന്നു അമ്മ മാതാവ്. ഞാൻ എല്ലാ കാര്യങ്ങളും, എനിക്ക് ആ തിരുഹൃദയത്തിൻ്റെ അടയാളം കിട്ടിയതുപോലും ഞാനിങ്ങനെ എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും അമ്മയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് അമ്മ മാതാവിനോട് ഒരു റിലേഷൻ ഉണ്ടാക്കി തീർക്കാൻ സാധിച്ചു. പിന്നീട് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, കുർബാന എനിക്ക് പറ്റാവുമ്പോൾ ഒക്കെ ഞാൻ പോയി കൂടാറുണ്ടായിരുന്നു. ഇടയ്ക്ക് ഞാൻ ഉടമ്പടി ഉഴപ്പിയ സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുമ്പസാരിക്കാനൊക്കെ നന്നായി മടി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഞാൻ. എനിക്ക് കുമ്പസാരിക്കാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും, അതേപോലെ തന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുമ്പോൾ
എനിക്ക് ജോലി ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നാലാവും വിധം മറ്റുള്ളവരെ കാണുമ്പോൾ എന്നാലാവും വിധം ഞാൻ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബൈബിൾ വായന അതാണെങ്കിലും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഞാൻ ബൈബിൾ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉടമ്പടി ധ്യാനങ്ങൾ കൂടാനും എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന എനിക്കെല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹിതത്തിനല്ല, അമ്മ മാതാവിൻ്റെയും ഈശോയുടെയും ഹിതത്തിന് വിട്ടുകൊടുത്താൽ നമ്മുടെ നിയോഗങ്ങൾ അമ്മ മാതാവും ഈശോയും ഒന്ന് ചേർന്ന് നമുക്ക് നടപ്പാക്കി തരും. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവേ, അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തി. സങ്കീർത്തനം 94:18 വചനമാണ്. 6 പ്രാവശ്യം കേറ്ററ്റ് എക്സാം എഴുതിയിരുന്നു. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് 6 പ്രാവശ്യം എഴുതി. പലപ്പോഴും പലരും ചോദിക്കുമായിരുന്നു എന്ത് പറ്റി, റിസൾട്ട് എന്തായി എന്നൊക്കെ. അപ്പം പലപ്പോഴും നാണം കെടുന്ന സാഹചര്യങ്ങൾ വന്നിരുന്നു. അവിടെയും പിന്നീട് ഒരു വഴിയേ ഉള്ളൂ, എൻ്റെ മെറിറ്റിൽ പറ്റത്തില്ല എന്ന് മനസ്സിലായി. എനിക്കതിന് സാധിക്കില്ല എന്ന്, അസാധ്യമാണെന്നാണ് ഈ മകള് പറയുന്നത്. 6 പ്രാവശ്യം എഴുതി, എനിക്ക് സാധിക്കില്ല, എനിക്കിത് പാസ്സാവാനായിട്ട് എനിക്ക് പറ്റില്ല. പലപ്പോഴും പലരും പറഞ്ഞ് വേറൊരു മാർഗം നോക്കൂ എന്ന്, ഏതെങ്കിലും വേറൊരു പഠിത്തം ചെയ്യാൻ. പക്ഷേങ്കിൽ പല ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും കാരണം അതിനൊന്നും പോകാതെ കാറ്റഗറി എക്സാം തന്നെ ഒരു ലാസ്റ്റായിട്ട് ഒന്നുകൂടെ അറ്റംപ്റ്റ് ചെയ്യാമെന്ന് കരുതി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് കൃപാസനം മരിയൻ ഉടമ്പടി എടുക്കുകയും നിയോഗത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയുമാണ് ചെയ്തത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട നമുക്കറിയാം ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 അപ്പോൾ ഈ മകൾ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ്. അമ്മ പ്രത്യക്ഷപ്പെട്ടത് 7 ഡിസംബർ 7. അതുകൊണ്ട് തന്നെയാണ് അമ്മേ, ഞാനിത് 7ാമത്തെ പ്രാവശ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഉടമ്പടി എടുത്ത് ഞാൻ നിയോഗം സമർപ്പിക്കുന്ന അത് തന്നെയാണ് എൻ്റെ ആദ്യത്തെ നിയോഗം, ആദ്യത്തെ ഉടമ്പടി. അതുകൊണ്ട് തന്നെ അമ്മ എൻ്റെ കൂടെ നിന്ന് ഈ 7ാമത്തെ തവണ ഞാൻ പരീക്ഷ എഴുതുമ്പോൾ ഡിസംബർ 7 പ്രത്യക്ഷപ്പെട്ട അമ്മ തന്നെ, കൃപാസനം അമ്മ തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചാണ് ഈ മകൾ നിയോഗം സമർപ്പിച്ചത്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഉടമ്പടി എടുത്തതിന് ശേഷം ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണുകയും അച്ഛൻ്റെ കൈവപ്പ് ശുശ്രൂഷ വഴി ഈ മകളുടെ ഹോൾ ടിക്കറ്റ് ബ്ലസ് ചെയ്യുകയും അച്ഛനൊരു കാശുരൂപം കൊടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഈ മകൾക്ക് ഉടമ്പടി എടുത്തതിന് ശേഷം ഈശോയുടെയും അമ്മയുടെയും വലിയ സാന്നിധ്യങ്ങളാണ് ഈ മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. നമുക്കറിയാം, രാവിലെ നീലത്തിരിയും വൈകുന്നേരം പച്ചത്തിരിയും നമ്മൾ കത്തിച്ച് പ്രാർത്ഥന ചെല്ലാറുണ്ട്. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയത്ത് പരിശുദ്ധ അമ്മ തന്നെയാണ് മെഴുകുതിരിയിൽ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ ഒരു രൂപം വരികയും തിരുഹൃദയത്തിൻ്റെ രൂപവും അങ്ങനെ പല രൂപത്തിൽ അമ്മ സാന്നിധ്യം മനസ്സിലാക്കാൻ സാധിച്ചു. മകളെ, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്നുള്ളൊരു സാന്നിധ്യമാണ് ഈ മെഴുകുതിരിയിലൂടെ അമ്മ ഈ മകൾക്ക് വെളിപ്പെടുത്തി കൊടുത്തത്. പിന്നീടെല്ലാം ഉടമ്പടി എടുത്തതിന് ശേഷമെല്ലാം ഒരു തടസ്സങ്ങൾ മാറുന്ന രീതിയിലാണ്. പ്രത്യേകിച്ചും 26/8/2025 ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞത് കെ എന്ന ലെറ്റർ കാണുന്നു. ആ കെ അനുബന്ധിച്ചുള്ള എന്തോ ആണ്, അതെനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെങ്കിൽ ആ വിഷയത്തിലേക്ക് ഒരു ദൈവിക ചൈതന്യമുണ്ട്, തടസ്സങ്ങൾ മാറുന്നു എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അനില അത് മുഴുവനായിട്ട് ഏറ്റെടുക്കുകയാണ്. അതെനിക്കുള്ള മെസ്സേജായിട്ട്, സന്ദേശമായിട്ടാണ് അനിലയ്ക്ക് മനസ്സിലായത്. അങ്ങനെ കേറ്ററ്റ് എക്സാമിന് പോകുന്നതിന് മുമ്പ് അവിടെയും ഈശോയും അമ്മയും ഈ മകൾക്കൊരു അടയാളം കൊടുത്തു എന്നാണ് ഈ മകൾ സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ അന്നത്തെ ആ ധ്യാനത്തിൽ ഈശോയും അമ്മയും എൻ്റെ ജീവിതത്തിലെ കേറ്ററ്റ് എക്സാമിൻ്റെ തടസ്സം മാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും മാറ്റിയെന്നാണ് ഈ സാക്ഷ്യത്തിലൂടെ മകൾ നമ്മളോട് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും സാക്ഷ്യങ്ങൾ എന്നെ സഹായിച്ചുവെന്നും ആ സാക്ഷ്യങ്ങളിലൂടെയാണ് പലപ്പോഴും ഓരോ മെസ്സേജുകൾ വന്നുവെന്നുമാണ് അനില നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നത്. അങ്ങനെ ആ ധ്യാനം കഴിഞ്ഞു. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും മെഴുകുതിരിയിലൂടെയൊക്കെ അമ്മ തന്നെ ആ സാന്നിധ്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും കിട്ടിയാണ് പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ പറയുന്നത്, പരീക്ഷയ്ക്ക് പോകുമ്പോൾ പൂർണ്ണമായിട്ട് ഞാൻ തന്നെയല്ല, പരിശുദ്ധ അമ്മയുടെ കൂടെ തന്നെയാണ്, കൃപാസനം അമ്മയുടെ കൂടെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയെന്നാണ്. കാരണം അച്ഛൻ വെഞ്ചരിച്ച് തന്ന കാശുരൂപമായി അച്ഛൻ ബ്ലസ് ചെയ്ത് മാതാവിനെ തൊട്ട് ഹോൾ ടിക്കറ്റുമായിട്ട് വെഞ്ചരിച്ച തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വെഞ്ചരിച്ച ഉപ്പുമായിട്ടാണ് ഞാൻ 7ാമത്തെ പ്രാവശ്യം കേറ്ററ്റ് എക്സാം എഴുതുവാൻ പോകുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ആദ്യമായി വെച്ച നിയോഗമാണ് കേറ്ററ്റ് എക്സാം. അത് പരിശുദ്ധ അമ്മയുടെ കൂടെ തന്നെയാണ് ഞാൻ പോയത്. തന്നെയുമല്ല, അവിടെ ചെന്നപ്പോൾ
ആദ്യമായിട്ട് കേറ്ററ്റ് എക്സാം തുറക്കുവാനുള്ള ഒരു അനുമതി കിട്ടിയ ഒരു സ്കൂളാണ് സെൻറ്റ് മേരീസ് സ്കൂള്. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പേരിലുള്ള ഒരു സ്കൂളിലേക്കാണ് ഇത്രയും പ്രാവശ്യം 6 പ്രാവശ്യം എഴുതിയെങ്കിലും അങ്ങനെ ഒരു സ്കൂളിൽ പോയിട്ടില്ല. പക്ഷേ ഇന്ന് 7ാമത്തെ പ്രാവശ്യം എഴുതിയപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം 7ാമത്തെ തവണ കേറ്ററ്റ് എക്സാം പോയപ്പോൾ സെൻറ്റ് മേരീസ് എന്ന സ്കൂൾ, അവിടെയും അമ്മയുടെ സാന്നിധ്യം കിട്ടി. കൂട്ടുകാരും മൊത്തം മുകളിലോട്ട് പോയപ്പോൾ ഹാളിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പോയപ്പോൾ അവിടെ സുഗന്ധാഭിഷേകം തന്ന് അമ്മയുടെ സാന്നിധ്യം ഉറപ്പ് കൊടുക്കുകയാണ് ഈ മകൾക്ക്. ഈശോയും അമ്മയും കൂടെയുള്ളപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അമ്മയുടെ സാന്നിധ്യവും ഈശോയുടെ സാന്നിധ്യമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സങ്കീർത്തനം 94 കേട്ടതുപോലെ, എൻ്റെ കാൽ വഴുതുന്നു എന്ന് ഞാൻ വിചാരിച്ചപ്പോഴേക്കും കർത്താവെ അങ്ങയുടെ കാരുണ്യം എന്നെ താങ്ങി നിർത്തിയെന്നാണ് ഉടമ്പടിയിൽ. ദൈവത്തിൻ്റെ കാരുണ്യമാണ് നമ്മെ താങ്ങി നിർത്തുന്നത്. എല്ലാ മെറിറ്റും പോകുമ്പോഴും നമ്മളെ മെറിറ്റാക്കി നിർത്തി നമ്മെ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തിൻ്റെ കാരുണ്യമാണ് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ഈ മകൾ പറയുന്നത്, എൻ്റെ പ്രാർത്ഥന കേട്ടു. ഡിസംബർ 7-ാം തീയതി പ്രത്യക്ഷപ്പെട്ട ആ അമ്മ തന്നെയാണ് 7ാമത്തെ തവണ പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് നൽകി പാസ്സാക്കി തന്നു എന്ന്. അതെൻ്റെ മെറിറ്റ് കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നാണ്. അസാധ്യമായ കാര്യമായിരുന്നു എന്നാണ് ഈ മകൾ പറയുന്നത്. അസാധ്യമായ കാര്യങ്ങൾ സാധ്യമാക്കി തരുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ഈ മകൾ കേറ്ററ്റ് എക്സാം പാസ്സാവുകയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഇന്ന് അമ്മയുടെ സന്നിധിയിൽ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് ഈ മകൾ വന്നിരിക്കുന്നത്. കൂടാതെ ആങ്ങളയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ബികോമിന് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട്. അതും ഈശോയും അമ്മയും കനിഞ്ഞു നൽകിയ ഒരു അനുഗ്രഹമാണ് നല്ലൊരു കോളേജിലേക്ക് അഡ്മിഷൻ നൽകിയത്. ഓരോ കാര്യങ്ങളിലും ഈശോയോടും അമ്മയോടും ചേർന്ന് നിൽക്കുമ്പോൾ ആ സാന്നിധ്യവും ആ കരുണയും വാത്സല്യവും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ദുർബലങ്ങളെ സ്ഥൈര്യമാക്കി ശക്തമാക്കി തരുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ജീവിതത്തിൽ വീഴ്ചയുണ്ടായാലും ഉടമ്പടിയിലൂടെ ദൈവകാരുണ്യം, ദൈവകൃപ വീണ്ടും നമ്മെ ഉയർത്തും. ഓരോ ദിവസവും ഉടമ്പടി പ്രാർത്ഥനയിലൂടെയും വിശ്വാസ ജീവിതത്തിലൂടെയും വഴുതിപ്പോകുന്ന സ്ഥിരതയാക്കുന്ന ഒരു വലിയ പദ്ധതിയാണ് ഉടമ്പടി. പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രലോഭനങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെങ്കിൽ ഈ തളർത്തുന്ന പ്രശ്നങ്ങളിലെല്ലാം നമ്മെ താങ്ങി നിർത്തുന്ന, നമ്മെ കാല് വഴുതാതെ നിർത്തുന്ന ഒരമ്മയാണ് കൃപാസനം അമ്മ. ആ അമ്മയാണ് നമ്മെ കരം പിടിച്ച് ഈശോയിലേക്ക് കൊണ്ടുപോകുന്നത്. നമ്മുടെ വീഴ്ചയേക്കാൾ വലുതാണ് ദൈവകൃപയും ദൈവകാരുണ്യവും. ഉടമ്പടി ജീവിതത്തിൽ ഈശോയോടും കൃപാസന അമ്മയോടും ഈശോയും കൃപാസന അമ്മയും നമുക്ക് താങ്ങായി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ദൈവകൃപയ്ക്ക് വേണ്ടി, ദൈവാനുഗ്രഹത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അനിലേക്കും കുടുംബത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മൾക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.